ഇല്ല കോൺഗ്രസിന്റെ രാഷ്ട്രീയം. ഇപ്പോഴല്ല, ചരിത്രപരമായി തന്നെ അങ്ങനെയാണ്. മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന് 6 മാസം കഴിയുന്നതിന് മുമ്പ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി കൂടിയിട്ട് RSSകാർക്ക് മെമ്പർഷിപ്പ് കൊടുക്കാൻ തീരുമാനിച്ചതാണ്. നെഹ്റുവിന്റെ സാന്നിധ്യത്തിലായിരുന്നു കമ്മിറ്റി കൂടിയത്. സർദാർ പട്ടേലിന്റെ ബൃന്ദയിലാണ്. 6 മാസം കഴിഞ്ഞിട്ടില്ല. നെഹ്റു വിദേശത്തായിരുന്നു. തിരിച്ചു വന്നപ്പോൾ നെഹ്റു ഇടപെട്ടിട്ടാണ് ആ തീരുമാനം റദ്ദാക്കുന്നത്. RSS മേധാവിയായിട്ടുള്ള പട്ടേലും RSS തമ്മിലുള്ള ധാരണ അതായിരുന്നല്ലോ. അതാണ് പ്രത്യക്ഷ രാഷ്ട്രീയത്തിൽ പിൻവലിച്ചില്ലേ, നിരോധനം പിൻവലിച്ചു. RSSന് റിപ്പബ്ലിക് ദിനത്തിൽ പരേഡ് നടത്താൻ സൗകര്യം കൊടുത്ത് ഗാന്ധി വധത്തിന് ശേഷം ഒറ്റപ്പെട്ട് കഴിഞ്ഞ RSSന് മുഖ്യധാരയിലേക്ക് വരാൻ അവസരം കൊടുക്കുകയും മാന്യത ലഭ്യമാക്കി കൊടുക്കുകയും ചെയ്താരാ? അടിയന്തരാവസ്ഥയിൽ ദേവറസിന്റെ RSSന്റെ മേധാവിയുടെ കത്തുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തെ പ്രശംസിച്ചുകൊണ്ടുള്ള കത്തുണ്ട്. ഒന്നല്ല, 2 or 3 കത്തുണ്ട്. ഇതാണ് കോൺഗ്രസും RSSും അല്ലെങ്കിൽ കോൺഗ്രസും വർഗീയതയും തമ്മിലുള്ള പാരസ്പര്യം എല്ലാ കാലത്തും എന്നത്. പിന്നെ ഇപ്പോൾ ഇന്നേ വരെ കോൺഗ്രസ് എന്താ പറയുക, ഒരു പശ്ചാത്താപം പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഡൽഹി വംശഹത്യയെ ന്യായീകരിച്ചിട്ടുള്ളതാണ് കോൺഗ്രസ്. ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷമുള്ളതാണ് പറഞ്ഞത്.